ആറാട്ടണനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പട്ടത്തിയാണ്. എന്റെ പേരെന്താണെന്നറിയോ? ശില്പാണ്. ലൈഫ് ലോങ് കൊണ്ടുപോകുന്ന ഒരാളെ എങ്ങനെയാണ് ഒരു 3-4 മണിക്കൂർ? ഞാൻ കൊച്ചിന്റെ പേരെന്താന്ന് പോലും അറിയാൻ പാടില്ല. ഒരു ഒറ്റ ഇന്റർവ്യൂ ആണ് കണ്ടിരിക്കുന്നത്. വിളിച്ചു വരുത്തി അപമാനിക്കാൻ അല്ലെന്ന് ഇറങ്ങിപ്പോയില്ല. ഞാൻ കുറച്ചുകൂടി റിസർച്ച് നടത്തിയിട്ട് അവരുടെ നമ്പർ പേര് കാണിക്കുന്നതാണ്. കുറച്ച് എടുത്തു ചാട്ടം കാണിച്ചു. എനിക്ക് വേണ്ടി ഇടയ്ക്ക് ഇറങ്ങി പോകായിരുന്നു. അതൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇറങ്ങി പോകാതെ. എനിക്ക് ഇവിടെ ബ്രെയിൻ അല്ല വർക്ക് ചെയ്തത്, ഹാർട്ടാ വർക്ക് ചെയ്തത്. ആ ഇന്റർവ്യൂ കഴിയുമ്പോൾ സന്തോഷ് വർക്കിക്ക് അറിയാം ഉത്തരം നോയാണ്. അത് മനസ്സിലായി. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും സംഭവങ്ങൾ നടന്നു. ഇന്റർവ്യൂ കഴിയുമ്പോൾ മനസ്സിലായി. അപ്പൊ എന്തുകൊണ്ട് അത് പബ്ലിഷ് ചെയ്യും? സന്തോഷ് വർക്കിയുടെ സമ്മതം ഇല്ലെങ്കിൽ ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. നെഗറ്റീവ് പബ്ലിസിറ്റി സന്തോഷ് വർക്ക് ആഗ്രഹിച്ചിരുന്നില്ല. ആ കുട്ടിയോട് മാപ്പ് പറയാൻ സന്തോഷ് വർക്ക് ചെയ്യണം. ആ കുട്ടി മാപ്പ് അറിയിക്കണം എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി എന്നോട് സോറി പറയുകയാണെങ്കിൽ എന്നോട് മാപ്പ് അറിയിക്കാൻ ശ്രമിക്കും. ഇപ്പൊ താങ്കൾ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവരോട് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പ്രതികരിക്കുകയല്ലാതെ ആ സ്ഥാപനത്തിനോടോ ആ കുട്ടിയോടോ വിളിച്ചിട്ട് താങ്കൾ സംസാരിച്ചിരുന്നു? വിളിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. അവിടെ ഒരു ബിസിനസ് മോട്ടീവ് നടന്നിട്ടുണ്ട്. താങ്കൾ എന്തുകൊണ്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു? അവരാണ് എന്നോട് സോറി പറയുന്നത്, ഞാനല്ല. ഇനി ഇതിന് ഞാൻ വീട്ടിൽ ഒന്നും ഇടണമെന്നില്ല. നമസ്കാരം, സന്തോഷ് വർക്കിയാണ് കൂടെയുള്ളത്. ആറാട്ടൺ എന്ന് പറയുമ്പോഴായിരിക്കും ഇവർക്ക് എല്ലാവർക്കും പട്ടത്തിയാണ്. അല്ല, പട്ടത്തിയല്ല, കണ്ടാ തോന്നുന്നു. അതുകൊണ്ടാണ്. അല്ല, പട്ടത്തിയല്ല. ഓക്കെ, തികച്ചും സാങ്കല്പികമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ ആറാട്ടണനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് പറഞ്ഞാൽ തിരിച്ച് ഇഷ്ടമാണ് പറയും. ഇഷ്ടമാണെന്ന് പറയും. അപ്പൊ എന്താണ് എന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഞാൻ പുസ്തകമേ വായിക്കാത്ത ഒരു മനുഷ്യനാണ്. പുസ്തകം വായിക്കുന്നല്ലോ ഇന്റലക്ച്വൽ. എനിക്ക് ഇന്റലക്ച്വലി അത്ര ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ നല്ലൊരാളായിട്ട് തോന്നുന്നു. ഞാൻ നേരത്തെ കണ്ട ആളെക്കാട്ടും ബെറ്റർ ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്നെ ഇപ്പൊ കണ്ടിട്ട് ചുരുങ്ങിയത് ഒരു 3-4 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. നമ്മളൊരു 6-7 മണിക്കല്ലേ കാണുന്നേ. ഇപ്പൊ എത്ര മണി? 7:45. 2 മണിക്കൂർ കൂടി പോയി. ശരി, ഇപ്പൊ തുറന്നു പറയാൻ പറ്റില്ല. കുറച്ചാലൊന്ന് ഇന്ററാക്ട് ചെയ്യണം. ഓക്കെ പറയുന്ന പറഞ്ഞേ. ഇപ്പൊ ഇതുവരെ കണ്ടതിൽ വെച്ച് ഇതുവരെ പെരുമാറി വെച്ച് കുഴപ്പമില്ല. അങ്ങനെ നമുക്കൊരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ജഡ്ജ്മെന്റ് ശരിയാവണമില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ശരിയാവണമില്ല. ലൈഫ് ലോങ് കൊണ്ടുപോകുന്ന ഒരാളെ എങ്ങനെയാണ് ഒരു 3-4 മണിക്കൂർ? ഇപ്പൊ ഷാറൂഖ് ഖാൻ ഫസ്റ്റ് സീൻ ലവ് അറ്റ് ഫസ്റ്റ് സൈഡ് സംഭവമില്ലേ? ലവ് അറ്റ് ഫസ്റ്റ് സൈഡ് ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് അതിനൊരു ജീവിതകാലം മുഴുവൻ. ഇപ്പൊ ഞാൻ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഒരു 5-6 മാസത്തിൽ രണ്ടുപേരും ഇന്ററാക്ട് ചെയ്തെടുക്കേണ്ട തീരുമാനമാണ്. പിന്നെ എങ്ങനെയാണ് ഒരാളോട് കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നുന്നത് പ്രകടിപ്പിക്കാം, തെറ്റില്ല. ഞാൻ ഫസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈഡിനെ ഞാൻ വളരെയധികം അംഗീകരിക്കുന്ന ഒരാളാണ്. അല്ല, ഞാൻ ഈ ഇഷ്ടമാണ് ഞാൻ പിറ്റേ ദിവസം കല്യാണം കഴിക്കൊന്നുമില്ല. കുറച്ചാൾ ഇന്ററാക്ട് ചെയ്തിട്ട് കല്യാണം കഴിയുള്ളൂ. രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കിയിട്ട് രണ്ടുപേർക്കും പോസിബിൾ ആണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ മറ്റേ ചാനലിന്റെ ആങ്കറുമായിട്ടുള്ള വിഷയത്തില് ഞാൻ ആ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതില് താങ്കൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കൊച്ചിന്റെ പേരെന്താന്ന് പോലും അറിയാൻ പാടില്ല. ഒരു ഒറ്റ ഇന്റർവ്യൂ ആണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കൊച്ചിന് അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോ ഒരാളോട് ഇഷ്ടം തോന്നുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ ബയോ എടുത്ത് നോക്കും. അല്ലെങ്കിൽ ആ ഒരു ആങ്കറിന്റെ പേര് കണ്ടുപിടിക്കാൻ അത് അത്ര പാടുള്ള കാര്യമല്ല ഒരിക്കലും. കാരണം ആ ഇന്റർവ്യൂവിൽ തന്നെ അവളുടെ പേര് എഴുതി കൃത്യമായി കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് അവളുടെ ഫേസ്ബുക്കോ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ എന്തെങ്കിലുമൊക്കെ കിട്ടത്തില്ലേ? അതൊന്നും നോക്കാതെ എങ്ങനെയാണ്? അല്ല, ഞാൻ ഒരു നമ്പർ കിട്ടാൻ നോക്കി. പേരോട് ചോദിച്ചു, പല ആൾക്കാർ ചോദിച്ചു, നമ്പർ കിട്ടിയില്ല. നോക്കിയപ്പോ എങ്ങനെയാണ് പേര് അറിയാതെ? അല്ല, ഞാൻ പേരോട് ചോദിച്ചു ഇങ്ങനത്തെ ഈ ഇന്റർവ്യൂ റെഫറൻസ് വെച്ചാൽ പറഞ്ഞത്. അപ്പൊ പുള്ളിക്കാരൻ തരാൻ താല്പര്യമില്ല. ഇനി പുള്ളിക്കാരൻ ക്രഷ് ഉണ്ടോന്നും അറിയില്ല. ഇപ്പൊ എന്നോട് ലവ് അറ്റ് ഫസ്റ്റ് സൈഡ് തോന്നിയായിരുന്നു? ഫസ്റ്റ് ആയിട്ടും തോന്നിയില്ല, പക്ഷെ നിങ്ങളുടെ പെരുമാറ്റം നന്നായി തോന്നി. എന്റെ പേരെന്താണെന്നറിയോ? ശില്പാണ്. ഇനി അടുത്ത പോസ്റ്റ് ലൈക്ക് ഹർ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ഇന്റർവ്യൂവിന്റെ ഒരു ക്ലിപ്പാണ്. അത് ഞാൻ ഒരുത്തനെ അയച്ച ക്ലിപ്പാണ് ഇട്ടിരിക്കുന്നത്. അവനാണ് ഈ ഡബിൾ സ്റ്റാൻഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അവനാണ് ഡബിൾ സ്റ്റാൻഡ് എഴുതിയത്. അത് ഞാൻ മറ്റേ ഡിലീറ്റ് ചെയ്ത് ഇട്ടതാണ്. അല്ല, ഇതില് താങ്കളുടെ ടൈറ്റിലാണത് ഹർ ഡബിൾ സ്റ്റാൻഡ്. അല്ല, പുള്ളി ഒരുത്തനെ അയച്ച ഡബിൾ സ്റ്റാൻഡ് പറഞ്ഞ അയച്ച വീഡിയോ ആണ്. അതേ കണ്ടപ്പോ കൊച്ചിനെ അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഉള്ളതായി തോന്നുന്നുണ്ടോ? അതല്ലേ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 2 ഇന്റർവ്യൂവും കണ്ടത് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, അതിൽ അവൾ പറയുന്നത് അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ അവൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. മറ്റേ ആളുടെ വേറൊരാൾ ചോദിക്കുമ്പോൾ അയാളുടെ ബസ് കാര്യം എന്തിനാ ചോദിക്കുന്ന? ഒരു ഇന്റർവ്യൂ എടുക്കാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അവര് ഡബിൾ സ്റ്റാൻഡിനെ കാട്ടും അവർക്ക് ചില കാര്യങ്ങളോട് പുച്ഛമുണ്ട്. അതാണ് എനിക്ക് ഹേർട്ട് ചെയ്തത്. എനിക്ക് ഇപ്പം ഈവൻ പെരേര ഇൻ്റർവ്യൂ എടുപ്പേയും എന്നെ ഇൻ്റർവ്യൂ എടുപ്പേയും പെരേര 22 വയസ്സായിട്ട് ഇങ്ങനെയാണോ നടക്കുന്നത്. പിന്നെ പെരേര എന്താണ് അങ്ങനെ എന്നെ ആറാട്ടന് വണ്ടക്കളിയാക്കി ആ ഒരു പുച്ഛിച്ചു. ഇപ്പോഴും PhD ചെയ്യാനാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, അങ്ങനെയല്ല ഒരു ചില പുച്ഛിക്കൽ കണ്ടപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തതാണ്. ഇല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യില്ലായിരുന്നു.
ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂവില് നമ്മളിപ്പോൾ ഞാൻ സന്തോഷ് വർക്കിന് ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ എനിക്ക് എൻ്റെതായ എന്തെങ്കിലും പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ മുൻപേ ചോദിക്കാറുണ്ട്. ഇനി അത് ചോദിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്ത് വരുന്നതിൽ ബുദ്ധിമുട്ട്? അങ്ങനെ ചോദിച്ചില്ല അവർ. എനിക്ക് തോന്നുന്നു മറ്റേ ഇന്റർവ്യൂവിൽ അവർ അങ്ങനെ ചോദിച്ചിട്ടായിരിക്കണം അവർ ചോദ്യം ചോദിച്ചത്. നമുക്ക് അതിന്റെ പിന്നീടുള്ള സത്യം അറിയാതെ എന്നോട് ചോദിച്ചിട്ടില്ല. ഓക്കെ, ആ ഇന്റർവ്യൂവിൽ ആ കുട്ടി താങ്കളെ വളരെയധികം അധിക്ഷേപിച്ചു, വിളിച്ചു വരുത്തി അപമാനിക്കാൻ അല്ലെന്ന് ഇറങ്ങിപ്പോയില്ല. എനിക്ക് അവസാനം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, പ്രണയിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹൃദയമാണ് വർക്ക് ചെയ്യുന്നത്, ബ്രെയിൻ അല്ല. ആ ഹൃദയം വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അവസാനം വരെ ഇരുന്നത്. ഞാൻ ഒരു സ്ത്രീപക്ഷ നിലപാട് എടുക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിൽ ആ കുട്ടിയുടെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അതിനെ ഒരിക്കലും യോജിച്ച ആ കുട്ടി സംസാരിക്കും. എനിക്ക് വുമൺ സൈക്കോളജി അത്ര അറിയില്ല, അതുകൊണ്ടാണ് നിത്യമെന്ന് പറയാൻ 5-6 വർഷം നടന്നത്. പെണ്ണുങ്ങളുടെ മനസ്സിലിടി എനിക്കറിയില്ല. അത് പഠിക്കണ്ടേ പെൺകുട്ടികളെ പിന്നാലേക്ക് നടക്കണമെങ്കിൽ? പിന്നാലെ നടന്നിട്ടൊന്നുമില്ല, ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഇഷ്ടമാണ്. പക്ഷേ കുറച്ചുകൂടി എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് വുമൺ സൈക്കോളജി അത്ര അറിയില്ല. ഞാൻ ചോദിക്കുന്നത് ലൈക്ക് ഒരാളെ ഇങ്ങനെ കൃത്യമായി ബ്ലെയിം ചെയ്യുന്നതിനോട് എങ്ങനെയാണ്? ബ്ലെയിം ചെയ്യല്ല. നിത്യമൻ കേസിൽ എനിക്ക് ഞാൻ എൻ്റെ തന്നെ കുറച്ച് കൂടിപ്പോയി എൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഈ കേസിൽ ഞാൻ കുറച്ചുകൂടി റിസർച്ച് നടത്തിയിട്ട് അവരുടെ നമ്പർ പേര് കാണിക്കുന്നതാണ്, കുറച്ച് എടുത്തുചാട്ടം കാണിച്ചു. അത് പാടില്ല. ഫോൺ വിളിച്ചല്ലോ, അത് ഫോൺ വിളിച്ചൊന്നുമില്ല, എൻ്റെ പേര് വേറെ ആളാണ്. അവർ വിളിച്ചില്ല. ആ ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചപ്പോൾ എന്താണ് ആ സ്ഥലം ആ കുട്ടിയോട്? അല്ല, ആ കുട്ടി അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞാണ്. അവർ നേരിട്ട് സംവാദം നടത്താൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി, ഒരു ബിസിനസ് മോട്ടീവ് ആണ്. അവരൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കിയ സമ്മതിക്കാം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ വിളിക്കുകയാണ്, എന്നിട്ട് അങ്ങനെ ഒരു ഇഷ്യൂവിന്റെ പുറത്ത് ഞാൻ എനിക്കൊരു ഇന്റർവ്യൂ തരണം എന്ന് പറയുമ്പോൾ സന്തോഷ് വർക്ക് ചെയ്യുന്ന മനുഷ്യന് പറയാം, ആദ്യം എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കണം, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് പറയണം. അങ്ങനെ ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാമല്ലോ, ആവശ്യകതയുണ്ടോ? ആ ഇന്റർവ്യൂ കംപ്ലീറ്റ്ലി കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് മനസ്സിലായി എന്ന് പറയുന്നു. എനിക്ക് വേണ്ടി ഇടയ്ക്ക് ഇറങ്ങി പോയായിരുന്നു. അതൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇറങ്ങി പോകാതെ. ഒരു ആൺകുട്ടിയാണ് പണ്ട് ഇറങ്ങി പോയിട്ടോ ഒരിക്കൽ. ഒരു ക്രിസ്റ്റഫർ അണ്ണ പറഞ്ഞ ഒരു നന്ദകുമാറിൻ്റെ ഇന്റർവ്യൂ ഇടയ്ക്ക് ഇറങ്ങി പോയതാണ്. പക്ഷേ ഇത് എനിക്ക് ഇവിടെ ബ്രെയിൻ അല്ല വർക്ക് ചെയ്തത്, ഹാർട്ടാണ് വർക്ക് ചെയ്തത്. ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ, ആ ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ. ആ ഇന്റർവ്യൂ എന്തായാലും ടെലികാസ്റ്റ് ആയിരുന്നില്ല, അത് അവർ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തൊരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ കഴിയുമ്പോൾ സന്തോഷ് വർക്കിക്ക് അറിയാം ഉത്തരം നോയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും സംഭവങ്ങൾ നടന്നു മനസ്സിലായി. അപ്പൊ എന്തുകൊണ്ട് അത് പബ്ലിഷ് ചെയ്യും? സന്തോഷ് വർക്കിയുടെ സമ്മതം ഇല്ലെങ്കിൽ ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഇത്രയും ഇമോഷണൽ ആയി അല്ലെങ്കിൽ താങ്കളെ അധിക്ഷേപിച്ചു എന്ന തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യരുതെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ പറയാൻ പറ്റും, എനിക്കറിയില്ല. അല്ല, അങ്ങനെ ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ചില്ല. ഞാനത് വളരെ ഹെൽത്തി ഏരിയയിൽ എടുത്തിട്ട് പോയി. ഇനി ആ കുട്ടിക്ക് അവർ ഇമോഷണലി സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ റിയാക്ട് ചെയ്തേന്നിരിക്കട്ടെ, ആ കുട്ടിയോട് മാപ്പ് പറയാൻ സന്തോഷ് വർക്ക് തയ്യാറാണ്. ആ കുട്ടി മാപ്പ് അർഹിക്കണം എനിക്ക് തോന്നുന്നില്ല. കാരണം നിത്യമേനോട് മാപ്പ് അർഹിക്കുന്നുണ്ട്, ഞാൻ പറയണം. പക്ഷേ ഈ കുട്ടിയോട് ഞാൻ മാപ്പ് പറയില്ല. കാരണം പ്ലാൻഡ് മനഃപൂർവ്വം ചെയ്യാം, വിളിച്ചു വരുത്താം. ഒരു പ്ലാൻഡ് കാര്യം ഒരിക്കലും നമുക്ക് ആ കുട്ടി എന്നോട് സോറി പറയുകയാണെങ്കിൽ എന്നോട് മാപ്പ് ശ്രമിക്കും. ആ കുട്ടിക്ക് മാപ്പ് ചോദിക്കാൻ വേണ്ടി താങ്കൾ അതിനുശേഷം പറയാണ്, ഇത് ഈ ഇന്റർവ്യൂ എനിക്ക് അൺകംഫർട്ടബിൾ ആയിരുന്നു, നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ എന്നെ അപമാനിച്ചു എന്ന് ആ സ്പോട്ടിൽ വെച്ച്, അവരുടെ സ്റ്റുഡിയോയിലാണ് ആ ഇന്റർവ്യൂ എടുക്കുന്നത്, ആ സ്പോട്ടിൽ വെച്ച് സന്തോഷ് വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ആ കമ്പനിയും ആ കുട്ടിയും മാപ്പ് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവാം. അത് താങ്കൾ ചെയ്തിട്ടില്ല. താങ്കൾ അവിടെ നിന്ന് വീട്ടിൽ അറിയില്ല, ഞാൻ ഇപ്പോഴാണ് അറിയണം. നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ഇപ്പോഴാണ് അറിയണം. ഒരിക്കലും നമ്മുടെ സമ്മതമില്ല അതൊരു കണ്ടന്റ് പോലും അങ്ങനെ പറ്റുമെന്ന് അറിയുമായിരുന്നെങ്കിൽ പറ്റില്ല എന്ന് പറയുമായിരുന്നു. എനിക്ക് ഐഡിയ ഒന്നുമില്ല, അത് അങ്ങനെ വന്നോട്ടെ. ഒരുപാട് എനിക്ക് പോപ്പുലർ ആയി വേണ്ടിയൊന്നല്ല. ഒന്നും പറഞ്ഞില്ല, കൈ കൊടുത്തിട്ട് പോയതാ. പക്ഷെ വീട്ടിൽ ചെന്ന ശേഷം ഞാൻ ആലോചിച്ചു, ഈ ഇന്റർവ്യൂവിലെല്ലാം ഒരു പുച്ഛിക്കുന്ന സ്വഭാവം കണ്ടപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യണമെന്ന് അപ്പം ആലോചിച്ചു. സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പ്രതികരിക്കുകയല്ലാതെ ആ സ്ഥാപനത്തിനോടോ ആ കുട്ടിയോടോ വിളിച്ചിട്ട് താങ്കൾ സംസാരിച്ചിരുന്നു? വിളിച്ചിട്ടില്ല. അത് തെറ്റല്ലേ? ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അല്ല, അവരും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരങ്ങനെ ചെയ്യാതെ സോഷ്യൽ പ്ലാറ്റ്ഫോമിലല്ലേ വെച്ചാൽ എന്നെ വിളിച്ചു വരുത്തിയാലും ചോദിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ സന്തോഷ് ചേട്ടനെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു, സന്തോഷ് ചേട്ടൻ വരുന്നു, ആ ഇന്റർവ്യൂ കുറച്ച് റൂഡായിട്ട് തന്നെ പോകുന്നു എന്നിരിക്കട്ടെ. ആദ്യമായിട്ട് ഇങ്ങനെ അനുഭവം ഉണ്ടായത് ഇതൊരു ഇന്റർവ്യൂ റൂഡായത് ഇവരായിട്ടാണ്. അല്ല, റൂഡായി സംസാരിച്ചു എന്നിരിക്കട്ടെ, സന്തോഷ് ചേട്ടൻ ഇവിടുന്ന് പോകുന്നു, വീട്ടിലെത്തിയപ്പോൾ തോന്നും ഇല്ല അത് ശരിയായില്ല, അത് വേണ്ട, അല്ലെങ്കിൽ അവരോട് അപ്പൊ അത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്താ വിചാരിക്കാം,
ഓക്കെ ആയിരിക്കും, അതുകൊണ്ടാണല്ലോ ഒന്നും പറയാത്തത്. ഒബ്വിയസ്ലി ഞാനത് പബ്ലിഷ് ചെയ്യും. കാരണം താങ്കളുടെ സമയത്തോടെ ഞാൻ ഒന്നും എഡിറ്റ് ചെയ്തിട്ട് ഒന്നും ഇല്ലാത്തൊരു ഇന്റർവ്യൂ ആണത്. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെയല്ലേ വിചാരിക്കത്തുള്ളൂ. ആ സ്ഥാപനവും ആ കുട്ടി അങ്ങനെയല്ലേ വിചാരിച്ചിട്ടുണ്ടാവത്തുള്ളൂ. പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ കുട്ടിയും അവർ നിങ്ങളെ അധിക്ഷേപിച്ചു എന്ന് പറയാൻ പറ്റുന്നത്? നല്ല ചോദ്യമാണ്. പക്ഷെ ഞാൻ ചിന്തിച്ചത് വീട്ടിലെത്തിയ ശേഷമാണ് ചിന്തിച്ചത്. ഇപ്പോൾ സന്തോഷേട്ടനായിരുന്നു ആ കുട്ടിയുടെ സ്ഥാനത്തെങ്കിലും ഞാൻ നേരത്തെ പറയും, ഇങ്ങനെ കണ്ടന്റ് ആകാൻ നോക്കില്ല. അത് ഓരോരുത്തരുടെ അല്ല, അവിടെ ഒരു ബിസിനസ് മോട്ടീവ് അവിടെ ഒരു ബിസിനസ് മോട്ടീവ് നടന്നിട്ടുണ്ട്. താങ്കൾ എന്തുകൊണ്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു? അതാ ഞാൻ പിന്നീട് ആലോചിച്ചത് ഇവരുടെ ആ പുച്ഛിക്കുന്ന സ്വഭാവം ശരിയല്ല, അതൊന്ന് മാറണം പറഞ്ഞ രീതിയിലാണ് ഞാൻ ചെയ്തത്. ബിസിനസ് മോട്ടീവ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നത്, അങ്ങ് പ്രതികരിച്ചത് അങ്ങയുടെ മാധ്യമമായ ഫേസ്ബുക്കിലൂടെയാണ് അല്ലേ? അല്ലാതെ ആ കുട്ടിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയോ? അവരുടെ നമ്പർ ഇല്ല. ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അല്ല, അവരുടെ നമ്പറൊന്നും എൻ്റെ ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഞാൻ അങ്ങനെ ആർക്കും മെസ്സേജ് ഒന്നും അയക്കാറില്ല, സാധാരണ അയക്കാറില്ല. അപ്പോ ആ കുട്ടിയുടെ പ്രതികരിക്കുന്ന രീതി ആയിരിക്കാം ആ കുട്ടിയുടെ സ്ഥാപനം. ഇപ്പൊ എനിക്ക് പ്രതികരിക്കാൻ ഒരു വിഷയമുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ അവർക്ക് തലേ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലേ പറയാമായിരുന്നു, താല്പര്യമില്ല. അവർ ഈ സംഭവം എക്സ്റ്റെൻഡ് ചെയ്ത് ഇതൊരു കണ്ടന്റാക്കി മാറ്റുകയും ഇതായി ഒരു കണ്ണിങ്നെസ് നടന്നു. ആ കണ്ടന്റ് ആക്കി മാറ്റിയതിൽ ഒരു ക്രൂക്കഡ്നെസ് അല്ലെങ്കിൽ കണ്ണിങ്നെസ് നടന്നിട്ടുണ്ട്. മീഡിയക്കാർക്ക് കണ്ടന്റ് വേണം, ശരിയാണ്, പക്ഷെ അത് കുറച്ചുകൂടി എത്തിക്കൽ ഡീൽ ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് അവർ ഡീൽ ചെയ്ത രീതി എത്തിക്കൽ അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്ത സമയത്ത് എന്തുകൊണ്ട് അവരോട് പറഞ്ഞില്ല എന്നുള്ളതാണ് ചോദ്യം. അവർ നേരിട്ട് പറഞ്ഞില്ല. ഒബ്വിയസ്ലി ഇപ്പോ സന്തോഷ് വർഗിക്ക് ഒരാളോട് പേഴ്സണലി എനിക്ക് അത് അപ്പോൾ തോന്നില്ല. വീട്ടിൽ എത്തിയിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയ ശേഷം ഒന്ന് ആലോചിച്ച് പിന്നീട് ആലോചിച്ചത്, ആ സമയത്ത് ആലോചിച്ചില്ല. ഇപ്പോഴും എപ്പോഴെങ്കിലും അവരോട് വിളിച്ചു അല്ല, അവരാണ് എന്നോട് സോറി പറയേണ്ടത്. അവരാണ് എന്നോട് സോറി പറയേണ്ടത്, ഞാനല്ല സോറി പറയേണ്ടത്. താങ്കളുടെ അഭിപ്രായം അല്ലെങ്കിൽ താങ്കളുടെ തീരുമാനങ്ങൾ തന്നെയാണ്. അല്ല, എനിക്കിപ്പോ നിത്യമിനോട് സോറി പറയാൻ തോന്നുന്നുണ്ട്, ഞാൻ ചെയ്ത് കൂടി പക്ഷേ ഇവരോട് എനിക്ക് സോറി പറയാൻ തോന്നുന്നില്ല. ഇവരുടെ പക്കാ പ്ലാൻ പറഞ്ഞോ? ഞാൻ രണ്ടാമത് ഇവിടെ ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു വെബ് സീരീസ് ഉണ്ടാവും. അന്ന് അവരെ കാണാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ സമ്മതിച്ചില്ല. ഞാൻ നിഖില വിമലോട് പറഞ്ഞിട്ടുണ്ട്, സോറി പറഞ്ഞിട്ടുണ്ട്. നിഖില വിമലോട് ഞാൻ പറഞ്ഞു, ഞാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, സോറി പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ നിത്യ മേനോനോട് ഉള്ള മാപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെങ്കിലും അറിയിച്ചായിരുന്നു? പറഞ്ഞിട്ടുണ്ട്, പണ്ട് പറഞ്ഞിട്ടുണ്ട്.